ഇന്നത്തെ ഏറ്റവും പുതിയ ബറോസ് വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടിന്റെ ആദ്യ സംവിധാന സംരംഭമായിട്ട് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം 3D സിനിമയാണല്ലോ പാൻ ഇന്ത്യൻ സിനിമ കൂടിയായ ബറോസ്. തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ വലിയ ഹൈപ്പൊന്നും തന്നെ നേടിയെടുക്കാനാവാതെ പോയ ബറോസ് എന്ന സിനിമ ഇപ്പോഴത്തെ വലിയ പ്രതീക്ഷകളില്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് പോലും കൂടുതൽ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിരിക്കുന്നു എന്നൊരു അഭിപ്രായമാണ് ആദ്യ ദിവസത്തെ സിനിമയുടെ അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. മിക്സഡ് അഭിപ്രായങ്ങൾ ലഭ്യമായ ആക്ഷൻ, അഡ്വഞ്ചർ, ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയുടെ ആദ്യ പ്രതികരണങ്ങളെല്ലാം തന്നെ വന്നതോടെ ഇനി എല്ലാവരും കൂടുതൽ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് ബറോസിന്റെ ബോക്സ് ഓഫീസിലേക്കാണല്ലോ. ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ബുക്കിംഗ് സ്റ്റാറ്റസിലേക്ക് തന്നെ ആദ്യം വരികയാണെങ്കിൽ മിക്സഡ് അഭിപ്രായങ്ങൾ ഇപ്പോഴത്തെ സിനിമയുടെ ബുക്കിങ്ങിനെ പോലും ബാധിച്ചിരിക്കുകയാണ്. ഒരു സമയം ഇന്ന് 5000-ലധികം ടിക്കറ്റുകൾ വിറ്റഴിച്ചുകൊണ്ടിരുന്ന മണിക്കൂർ ബുക്ക് മൈ ഷോയിലൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ 3000-ൽ പരം ടിക്കറ്റുകളായിട്ട് ഒതുങ്ങിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി വന്ന കണക്കുകൾ പ്രകാരം 1,60,00,000 ആദ്യ ദിവസം സിനിമ കേരളത്തിൽ ഫൈനൽ പ്രൈസ് സെയിലായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള വേൾഡ് വൈഡ് ഏർലി എസ്റ്റിമേറ്റ് കണക്കുകളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ബറോസ് എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം 4 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് ആണ് നിലവിലെ ട്രാക്കേഴ്സ് കേരളത്തിൽ മാത്രം പ്രതീക്ഷിക്കുന്നത്. അതേസമയം വേൾഡ് വൈഡ് കളക്ഷൻ 10 കോടി കടക്കുമോ എന്നൊരു ചോദ്യത്തിന് നിലവിൽ സാധ്യത കുറവാണ് എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. അതിന്റെ കാരണം സിനിമയ്ക്കുള്ള ക്ലാഷ് റിലീസും അതോടൊപ്പം തന്നെ ലിമിറ്റഡ് റിലീസ് എല്ലാം തന്നെ പല രാജ്യങ്ങളിൽ ലഭ്യമായതെല്ലാം തന്നെയാണ്. നിലവിൽ ഒരുപാട് സിനിമകൾ ക്രിസ്മസ് ദിനത്തിൽ തിയേറ്ററുകളിലുണ്ട്. എന്തായാലും കാത്തിരിക്കൂ ബറോസിന്റെ ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള അടുത്ത ബോക്സ് ഓഫീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക്.